23:6 നാം ഇങ്ങനെ കാണുന്നു. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. നാം ഈ ഒരു സങ്കീർത്തന ഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് നാം കടന്നു വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് we were discussing from Psalms 23, and so as we are approaching the conclusion of this Psalms, it says that surely goodness and mercy shall follow me all the days of my life. ഈ ഒരു വാക്യം നാം പലപ്പോഴും കേട്ടിരിക്കുന്നത് നന്മയും കരുണയും ലോകത്തിലുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മെ പുറകെ ഓടി വരുന്നുണ്ട്, നമ്മൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓടിയാൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മെസ്സേജൊക്കെ ആയിരിക്കാം നാം കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിരുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദാവീദ് പറയുകയാണ്, ദാവീദ് തുടങ്ങിയത് എവിടെയാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു. അവൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇടയൻ എന്ന നിലയിൽ നിന്ന് താൻ ഓരോ സ്റ്റെപ്പിൽ പ്രോഗ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അദ്ദേഹം പറയുകയാണ്, അവൻ എന്നെ റൈച്ചസ്നെസ്സിൻ്റെ പാതയിലൂടെ എന്നെ നയിച്ച് കൂരിരുൾ താഴ്വരയിലൊക്കെ നടക്കുമ്പോഴും അവൻ എന്നോട് കൂടെ ഇരുന്ന് എന്നോട് വഴി നടത്തുകയാണ്. അതിനുശേഷം തൻ്റെ കണ്ണുകൾ ആ ഒരു ഗ്രീൻ പാസ്റ്റേഴ്സിൽ നിന്നും ആ ഇടയൻ്റെ ആ ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് അദ്ദേഹം തൻ്റെ കണ്ണുകളെ ഒന്ന് ഉയരത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. അവിടെ അദ്ദേഹം കാണുകയാണ്, തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു നിത്യതയാണ് അവിടെ ദാവീദ് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹീസ് അവർ ഷെപ്പേർഡ് ആൻഡ് ഹീസ് അവർ ലോർഡ്, ആൻഡ് ദിസ് മോർണിംഗ് ആർ വി ലുക്കിംഗ് അറ്റ് ദ ഇറ്റേണിറ്റി, ഓർ ആർ വി സീയിങ് ജസ്റ്റ് ദി പെരിഫറൽ തിങ്സ് ദാറ്റ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ടു ഗിവ് അസ് ജസ്റ്റ് ഫോർ ദിസ് വേൾഡ്? ഈ ലോകത്തിലേക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണോ യഹോവ എൻ്റെ ഇടയനെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവനെ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യഹോവ റിയലി എൻ്റെ ഇടയൻ ആയിട്ടില്ല. Apart from the peripheral things that he has promised to give us in this world, our eyes must shift from this to heavenly things. കൊളോഷ്യൻസിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പലപ്പോഴും ഈ ദൈവവചനങ്ങളൊക്കെ പ്രസംഗിക്കപ്പെടുമ്പോൾ നാം കേൾക്കുന്ന ഒരു കാര്യം, മോനെ നിന്നെ ഇവിടെ അനുഗ്രഹിക്കും, ഇവിടെ നിന്നെ മാനിക്കും, പക്ഷേ നിത്യത എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ചതിക്കപ്പെട്ട് പോകരുത് ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം ദൈവം പ്രോമിസസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇറ്റേണിറ്റിയാണ് അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പ്രോമിസ്. കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആകയാൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രോമിസസ് അന്ന് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിയെ തികച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയാണ്. അതിൻ്റെ ആ അധ്യായത്തിന് തൊട്ടു മുകളിലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ് ഏറ്റവും വലിയ പ്രോമിസ്? ഹീസ് അവർ ഫാദർ. അവൻ ഞങ്ങളുടെ പിതാവെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വാഗ്ദത്തമായി അവിടെ പറയുവാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുന്നത്. സോ ഇന്ന് പകൽക്കാലം ഇവിടെ ഒരു പീസ്ഫുൾ എൻഡിങ് അല്ല ദാവീദ് പറഞ്ഞു നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ അതൊരു പ്രൊഫറ്റിക്കൽ വ്യൂവിലാണ് ദാവീദ് പറയുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും എന്ന് വാക്യത്തിൽ താൻ പറയുവാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു അൺഷേക്കബിൾ സെക്യൂരിറ്റി ആൻഡ് ഇറ്റേണൽ ഹോപ്പിനെ പറ്റിയാണ് ദാവീദ് നമ്മോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പകൽക്കാലം ആ ഒരു ഹോപ്പ് നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസിൻ്റെ ആ ഒരു അഷ്യൂരിറ്റി പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് പകൽക്കാലം ഈ മുറി വിട്ട് പുറത്തേക്ക് പോകാൻ ഇടയാകാവൂ. യഹോവ എൻ്റെ ഇടയനാകുന്നു, കുരിരുൾ താഴ്വരകളൊക്കെ നടത്തും, ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് there is an eternity waiting for me. If God has given all these things and if we had lost the eternity, നമ്മൾ ഓടിയത് അധ്വാനിച്ചതൊക്കെ വെറുതെ ആയിത്തീരും. ഹല്ലേലൂയ. നാം ക്രിസ്തീയ വിശ്വാസികളായി മാറുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നാം ആയി പോകരുത്. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്നുള്ള വാക്യത്തിൽ നാം ചേർത്ത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന ആ വാക്യത്തിൽ ഒന്നാമത്തെ ഭാഗം ഷ്യൂർലി എന്നൊരു വാക്ക് അവിടെ കാണുന്നുണ്ട്. വിത്തൗട്ട് എനി ഡൗട്ട്, ദാവീദ് പറയാണ്, വിത്തൗട്ട് എനി ഡൗട്ട് ഐ ക്യാൻ സേ ദാറ്റ് നന്മയും കരുണയും എന്നെ പിന്തുടരും. അവിടെ കാണുന്ന ആ നന്മയും കരുണയും ഒരിക്കലും എൻ്റെ മെറിറ്റ്സ് കൊണ്ടല്ല, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്, എൻ്റെ മെറിറ്റ്സ് കൊണ്ടല്ല അവൻ എനിക്ക് തരുന്നത്, പകരം അവൻ എന്നോടുള്ള സ്നേഹം മുഖാന്തരമാണ് നൽകുവാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ പല കാര്യങ്ങളും കർത്താവിന് ചെയ്യുമ്പോൾ, നമ്മളൊരു പാട്ടുണ്ടല്ലോ, കർത്താവ് എനിക്ക് കടക്കാരനല്ലല്ലേ. നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല അവൻ നമ്മളെ ബ്ലെസ് ചെയ്യുന്നത്, അവൻ്റെ മഹിമ കൊണ്ട്, അവൻ്റെ മഹത്വം കൊണ്ട്, അവൻ്റെ മഹത്വത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തമാണ് അവൻ നമ്മളെ ബ്ലെസ് ചെയ്യുന്നത്.
നമ്മൾ ചെയ്തതൊക്കെ വെച്ചിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യാൻ പോകുമായിരുന്നുണ്ടെങ്കിൽ എത്ര ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയേനെ. നമ്മുടെ നന്മ പ്രവർത്തികളൊക്കെ എന്താണ് പറയുന്നത്? കറ പുരണ്ട തുണി പോലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മേനി പറഞ്ഞിട്ട്, നമ്മുടെ ലെഗസീസ് പറഞ്ഞിട്ടാണോ കർത്താവ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്? കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ചിട്ട്, കർത്താവെ, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ ബിഫോർ യു. ഐ എം സേവ്ഡ്, ഐ എം എ സിന്നർ, സേവ്ഡ് ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. അതായിരിക്കണം നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഷുവർലി എന്നുള്ള വാക്കിനകത്ത് വരുമ്പോഴത്തേന്, കർത്താവെ, ഞാൻ അങ്ങയുടെ കരങ്ങളിലല്ല പിടിച്ചിരിക്കുന്നത്, അങ്ങ് എൻ്റെ കരങ്ങളിൽ പിടിച്ചത് കൊണ്ട് എനിക്ക് കർത്താവെ നടക്കുവാൻ തക്കവണ്ണം, ആ കൂരിരുൾ താഴ്വരയിലും നടക്കുവാൻ തക്കവണ്ണം അങ്ങ് എന്നെ സഹായിച്ചതിന് നന്ദി കർത്താവെ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്രിസ്തീയ അർത്ഥവാക്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് ആകമാനമായി ഒന്ന് റീവയർ ചെയ്യണം. വി മസ്റ്റ് ടേൺ അവർ പെർസ്പെക്റ്റീവ് ദിസ് മോർണിംഗ്. We must hold on to the fact that He loved me, not because of my merits, but because of His unfathomable love towards me. Hallelujah. ആ ഒരു വ്യക്തത, ആ ഒരു പ്രോമിസ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് സെക്കൻഡ് വേഴ്സ് ഇറ്റ് സേസ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി. നമ്മൾ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് സല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? May the grace of the Father, അല്ലെങ്കിൽ grace and peace be with you. എന്താണ്? ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞാണ് എല്ലാ ലേഖനങ്ങളും. ഇതൊരു പാസീവായിട്ടുള്ളൊരു ഫീലിംഗ് അല്ല പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു വാക്യത്തിൽ ഗുഡ്നെസ് ആൻഡ് മേഴ്സി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പാസീവ് പ്രോമിസ്, ബട്ട് ദീസ് ആർ ദി ഇറ്റേണൽ ക്യാരക്ടർ ഓഫ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടോ? നന്മയും കരുണയും എന്നാണ് മലയാളത്തിൽ കാണുന്നത്. നന്മയും കരുണയും ബ്ലെസ്സിങ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവൻ്റെ സ്വഭാവം, അവൻ്റെ ബ്ലെസ്സിങ്സ്, ഇങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് നമ്മെ പിന്തുടരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡിഫറെൻ്റ് ഒരു പേഴ്സ്പെക്റ്റീവ് ആണത്. ഹിസ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഈസ് ഫോളോയിങ് മീ. ഹിസ് ക്യാരക്ടർ ഈസ് എംബ്രേസിങ് മീ ടു റൺ ദിസ് റേസ്. ഇറ്റ് മീൻസ് യു ആർ നോട്ട് വാക്കിംഗ് അലോൺ, യു ആർ നോട്ട് റണ്ണിങ് അലോൺ. His character is supporting you. His character is holding you to run this race. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, ക്രിസ്തീയ ജീവിതത്തിൽ സംശയത്തിലൂടെയും ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുന്ന ഒരു സീസൺ നമ്മുടെ ഒക്കെയുള്ള ജീവിതത്തിലുണ്ട്. അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. His goodness and mercy is following me. It is supporting me to run this race victoriously. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അവൻ്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരുന്നത് ഇറ്റേണൽ പേഴ്സ്പെക്റ്റീവിലേക്കാകണം. അതല്ലാതെ ഈ ലോകത്തിൽ നമ്മെ ധനികരാക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ സൂപ്പറാക്കാൻ വേണ്ടി അല്ല അത് നമ്മെ ഫോളോ ചെയ്യുന്നത്. പകരം നാം ഓരോ ചുവടിലും ക്രിസ്തു എന്ന തലയോളം അനുദിനം വളർന്ന് ആ ഒരു നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം അവൻ്റെ ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഈസ് ഫോളോയിങ് മീ. ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടാണ് ദാവീദ് ആ സങ്കീർത്തനം ഒന്ന് ഫ്രേസ് ചെയ്തേക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവൻ്റെ പ്രൊവിഷൻസ് എനിക്ക് നൽകുന്നു, പച്ചയായ പുൽപ്പുറത്ത് നിർത്തുന്നു, സ്വസ്ഥതയിൽ വളർത്തിനരികത്തേക്ക് നടത്തുന്നു. എന്നിട്ട് പറയും കൂരിരുൾ താഴ്വരയിൽ. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? എന്നെ ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈയടിപ്പിക്കുവാൻ വേണ്ടിയല്ല, പകരം എന്നെ ഒരു നിത്യതയിൽ ആ പൊൻപുലരയിൽ എനിക്ക് അവനോട് കൂടെ ചേർന്ന് അവനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തക്കവണ്ണം അവൻ്റെ ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഈസ് ഫോളോയിങ് മീ. ഹല്ലേലൂയ. നമ്മുടെ നിത്യതയെ പറ്റിയുള്ള പേഴ്സ്പെക്റ്റീവ് മാറണം. ഹല്ലേലൂയ. ഈ ഒരു നന്മയും കരുണയും എന്നുള്ളത് ഇവിടെ കിട്ടുന്ന കാര്യത്തെ പറ്റി അല്ല എന്നുള്ള കാര്യം ക്രിസ്തു വിശ്വാസികളായ നാം ഇന്ന് പകൽക്കാലം ചിന്തിച്ച് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ കണ്ണുകൾ ദൂരത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ നിന്ന് മാറ്റി ഉയരത്തിലുള്ളതിലേക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. His goodness and mercy is following me. It is supporting you to lead a victorious Christian life in this generation. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ വിക്ടോറിയസ് ആയി ജീവിക്കുവാൻ തക്കവണ്ണം His goodness and mercy is following you. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഗുഡ്നെസ് ആൻഡ് മേഴ്സിയെ വേറെ രീതിയിൽ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. നമ്മുടെ ആ ഒരു പെർസ്പെക്റ്റീവ്സിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടായി. കർത്താവേ, I'm just coming back to you. I just want to be embraced completely by your goodness and mercy this morning. Hallelujah. അതിനുശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. It shall follow me all the days of my life. എന്താണ് ഇവിടെ പറഞ്ഞത്? ഫോളോ മീ എന്നുള്ള വാക്കിന് ഹീബ്രുവിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഫോളോയിങ് ലൈക്ക് എ ഹണ്ടർ. മനസ്സിലാവുന്നുണ്ടോ? ഒരു വേട്ടക്കാരൻ
ഒരു വേട്ടമൃഗത്തെ എങ്ങനെയാണോ ഫോളോ, നിങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിച്ച് നോക്കിയേ. ഒരു വേട്ടക്കാരൻ ഒരു വേട്ടമൃഗത്തിന് പിന്നാലെ എങ്ങനെയാണോ പോകുന്നത്, അതുപോലെ ഹിസ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഈസ് ഫോളോയിങ് മീ. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളയാതെ നമ്മെ ചേർത്ത് നിർത്തിയ സ്നേഹം, എത്ര ദൂരത്തിൽ നാം ആയപ്പോഴും അവൻ്റെ സ്നേഹം നമ്മെ ഓർത്ത് നിന്ന ഒരു സമയം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണ്, ഇത്രമേൽ എന്നെ സ്നേഹിക്കുവാൻ എത്രയും വിചിത്രം കർത്താവേ അങ്ങയുടെ സ്നേഹം. എൻ്റെ ബെനിഫിറ്റ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഞാൻ ദൂരത്തായിരുന്നപ്പോഴും എന്നെ തൻ്റെ സ്നേഹത്താൽ ചോർത്ത് നിർത്തി. ഒരു ഹണ്ടർ തൻ്റെ പ്രേയുടെ പിന്നാലെ പോകുന്നത് പോലെ നഷ്ടമായി പോകാതെ, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അവൻ എന്നെയും സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ഹിസ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഈസ് ഫോളോയിങ് മീ ടു കീപ് മൈ ഫീറ്റ് ഫ്രം ഫോളിങ് ഇൻ ടു സിൻ. ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധി ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കാലുകൾ പാപത്തിലേക്ക് പോകാതെ നമ്മെ വിലക്കുന്ന ഈ ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഒരു വാർണിംഗ് കൂടെയാണ് നമ്മുടെ മുമ്പിൽ നൽകുന്നത്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ you will end up in the eternal damnation. ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയനാണെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ നന്മയും കരുണയും എന്നെ പിന്തുടരുന്നില്ല എന്നുണ്ടെങ്കിൽ, അവൻ്റെ പാതയിൽ ഞാൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിത്യത ഇറ്റേണൽ ആ ഹോപ്പ് എനിക്ക് നഷ്ടമായി പോകുവാൻ തക്കോണം ഇടയായിത്തീരും. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുവാൻ ഇടയാകട്ടെ. ആൻഡ് ദിസ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഈസ് ഫോളോയിങ് മീ ടു convert me, to transform me into his image and likeness again spiritually. ഹല്ലേലൂയ. നമ്മെ തൻ്റെ പുത്രൻ്റെ ഭാവത്തോട് ഒന്നുകൂടെ ചേർത്ത് പണിയുവാൻ തക്കവണ്ണമാണ് ഈ ഗുഡ്നെസ് ആൻഡ് മേഴ്സി നമ്മെ ഫോളോ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആൻഡ് ഇറ്റ് ഈസ് ഫോളോയിങ് മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഒരു ദിനത്തിലല്ല, ക്രിസ്തീയ ജീവിത യേശുവിനെ രക്ഷിതാവും കർത്താവിനെ അംഗീകരിച്ച ആ ദിവസത്തിൽ മാത്രമല്ല ഈ ഗുഡ്നെസ് ആൻഡ് മേഴ്സി നമ്മെ ഫോളോ ചെയ്യുന്നത്. ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത് ഹിസ് ലവ് ഈസ് unchanging. He is the same yesterday, he is the same today, and he is the same forever. And how are you responding to this love this morning? ഇന്ന് പകൽക്കാലം അവൻ്റെ സ്നേഹം മാറുന്നില്ല, പക്ഷേ നാം എങ്ങനെയാണ് അവൻ്റെ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യാൻ തക്കവണ്ണം തീർന്നിരിക്കുന്നത്? അവൻ നമ്മെ ആകർഷിച്ചു അവൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് മറുതലിച്ചുള്ള രീതിയാണ്, റെബല്യസ് ആയിട്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എൻ്റെ ഉള്ളൊരു മാനസാന്തരം വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് ആൻഡ് ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ. ദാവീദ് പലപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, കർത്താവേ അങ്ങയുടെ ആലയത്തിൽ എനിക്കൊന്ന് വരണം. വേറെ ആൾ പറയുന്നുണ്ട്, എനിക്ക് ആ ആലയത്തിൻ്റെ ഡോർ കീപ്പർ ആയിരുന്നെങ്കിലും മതിയായിരുന്നു. പല വ്യക്തികൾ പറയുന്നൊക്കെയുണ്ട്, ആലയത്തിൽ പോകണം, ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദാവീദ് ആ ആലയം എന്നതിനേക്കാൾ അപ്പുറമായിട്ട്, കർത്താവേ എനിക്ക് ഇറ്റേണലി അങ്ങേയുമായിട്ട് ഡ്വെല്ല് ചെയ്യണം. ഹല്ലേലൂയ. ഹിസ് പെർസ്പെക്റ്റീവ് ഇസ് ഗോയിങ് ബിയോണ്ട് ദി പാസ്റ്റേഴ്സ്. His perspective is going beyond the four walls of his house. He's looking above all the circumstances. And he's saying that, God, I just want to dwell in your presence. Not just one day. I want to spend my eternity with you, Abba. Hallelujah. കർത്താവേ, അങ്ങയുടെ കർത്താവേ ആ മനോഹാരിതയുള്ള ആ പൊൻപുലരയിൽ കർത്താവേ സ്റ്റെപ്പ് ഇൻ ചെയ്യുവാൻ തക്കോണം, ആ ഇറ്റേണിറ്റി അങ്ങയുടെ കൂടെ മാത്രം ചേർന്നിരുന്നുകൊണ്ട് മുന്നേറുവാൻ തക്കോണം എന്നെ ഒന്ന് സഹായിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. He wants to dwell, he wants to abide in him completely. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നല്ല മുന്തിരിവള്ളിയാണ്, അവനോട് നാം ചേർത്ത് പണിയപ്പെടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ ചർച്ച വരാൻ വേണ്ടി അല്ല അവൻ നമ്മെ ചേർത്ത് പണിതത്, പകരം നിത്യതയിൽ ജീവിക്കുവാൻ തക്കോണം അവൻ നമ്മെ ചേർത്ത് പണിയുവാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ആൻ അൺഎൻഡിങ് ലവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 70 വർഷം അത്രയും കാണത്തില്ല, ചിലപ്പം 60 വർഷം അത്രയും കാണത്തില്ല, 50 വർഷം കാണത്തില്ല. നാളത്തെ ദിവസം ഗ്യാരണ്ടി ഇല്ല, അടുത്ത സെക്കൻഡ് പോലും ഗ്യാരണ്ടി ഇല്ല. You have to change your perspective to say that, God, even if I'm dying the next moment, I just want to dwell in your presence forever. Hallelujah. And it's not about a simple survival. It's about being a resident, being a citizen in that eternal life
forever. Hallelujah. ഞാൻ 2 വാക്യങ്ങളോട് വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ കാണുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ, that's our hope. യെസ്, ഫെക്സിബ വായിക്കാൻ പറ്റുമോ? യെസ്, വായിച്ചോ. യെസ്, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ. വേറെ ഭാഗത്തിൽ കാണുന്നു, അവൻ അവരുടെ കണ്ണുനീർ എല്ലാം തുടയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. Surely goodness and mercy is following me forever for that peace that he has promised in that place. And one more verse, 1 Thessalonians chapter 4 verse 17, it says, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ജസ്റ്റ് 60 വർഷം ജീവിക്കാൻ വേണ്ടിയുള്ള പ്രോമിസ് മാത്രമല്ല, പകരം ഇറ്റേണലി അവൻ വിളിക്കുമ്പോൾ ഞാൻ അവനോടുകൂടെ ഡ്വെല്ല് ചെയ്യുവാനുള്ള ഒരു ഓൾട്ടർ കോളാണ് ദാവീദ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വെച്ചിരുന്ന, ഞാൻ തിങ്ക് ചെയ്തിരുന്ന നന്മയും കരുണയും വാസ് ഡിഫറെൻറ്റ്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു കം ബാക്ക് ടു ദ റിയൽ മീനിങ് ഓഫ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ആസ് എ ക്യാരക്ടർ ഓഫ് ഗോഡ്. കർത്താവേ, അങ്ങയുടെ സ്വഭാവമായ ആ ഗുഡ്നെസ് ആൻഡ് മേഴ്സിയിൽ അന്ത്യത്തോളം നടക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ നിത്യത എനിക്ക് നഷ്ടമായി പോകാതെ എനിക്ക് ആ അന്ത്യത്തോളം ഓടുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് സഹായിക്കണം കർത്താവ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ നടക്കാമോ? God, we are coming back to your presence. Help us to lead a victorious Christian life in this wicked generation of power. God, just as the Bible says, your goodness and mercy shall follow me forever. കർത്താവേ, കർത്താവേ, ആ ഒരു ഇൻസ്പിറേഷനിൽ കർത്താവേ, ആ നന്മയും കരുണയും കർത്താവേ, ആ ഒരു ഇൻസ്പിറേഷൻ എംബ്രേസ്ഡ് ആയിട്ട് കർത്താവേ, കവേർഡായി കർത്താവേ, ഞങ്ങളുടെ നിത്യതയിലേക്ക് ഞങ്ങൾ ഓടിയെടുക്കുവാൻ തക്കോണം ഞങ്ങളെ ഒന്നുകൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുനാമത്തിൽ തന്നെ ആമേൻ.